ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നാട്ടിൽ ഭയങ്കര മഴയാണെന്ന് അറിയാം കേട്ടോ. വീട്ടിൽ വിളിച്ചപ്പം പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിതെവിടെ പോയിന്ന്. ഞാൻ അനിയൻ്റെ അനിയത്തിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അതങ്ങ് ഒറീസയിലാണ്, ക്രിസ്ത്യൻ കൂടെയുണ്ട്. അപ്പം കുറച്ച് ദിവസം ഞങ്ങളിവിടെ ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ ഇനിയുള്ള നമ്മളുടെ കുറേ വീഡിയോസ് ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ കുറേ ലൈവൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാനിനി എത്തി എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നല്ല ഗ്രാമപ്രദേശമാണ് കേട്ടോ. ഒരുപാട് മലകളും കുന്നുകളും കാടുകളും പിന്നെ വയലും കൃഷിയും ഒക്കെയുള്ള നല്ല അടിപൊളി പച്ചപ്പായിട്ടുള്ള ഗ്രാമപ്രദേശമാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. രാവിലെയൊക്കെ കോടയില്ലേ, അതൊക്കെ ഇറങ്ങി, കോട എന്ന് വെച്ചാൽ മഞ്ഞ്, അതൊക്കെ ഇറങ്ങി വരുന്ന നല്ല നല്ല അടിപൊളി ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്, ഒരിടത്തേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ രണ്ട് സൈഡിലത്തെയും കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇനി അവിടെ ചെന്നിട്ട് കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കേട്ടോ. അങ്ങനെ രാവിലെ തിരിച്ച് ഞങ്ങൾ ഇനി എത്തി. ഇവിടെയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 4 സൈഡും മലകളാണ് കേട്ടോ. 4 സൈഡും മലകളാണ്. അതിൻ്റെ നടുക്കാണ് ഈ ഒരു മിഷൻ ഫീൽഡ് ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ക്രിസ്റ്റിക്കുട്ടനാണ് ഈ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. ആകാശം കാണാൻ നല്ല അടിപൊളിയാണ്. നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ നടുക്കൊരു പൂ നിൽപ്പുണ്ട്, ഞാൻ കാണിക്കാമേ. കണ്ടോ, നല്ല രസമല്ലേ ഈ ഒരു പൂ കാണാനായിട്ട്. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഡാലിയാണോ അങ്ങ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു പൂവൊക്കെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കായില്ലേ, ഇതിൻ്റെ പേരെന്നായിരുന്നു, ഞാൻ മറന്നുപോയല്ലോ. അത്തിപ്പഴം. ഇത് കാട്ടത്തിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. ഇതിൻ്റെ അടിഭാഗത്താണ് ദാണ്ട് ഈ വേരിനോട് ചേർന്നാണ് ഇങ്ങനെ കൂടുതൽ കാ പിടിക്കുന്നത്. മുകളിലേക്ക് അധികം ഒന്നുമില്ല, കുറച്ച് കാ മാത്രമേ പിടിക്കത്തുള്ളൂ. താഴെയാണെന്ന് തോന്നുന്നു കൂടുതലായിട്ടും കാ പിടിക്കുന്നത്. ദാണ്ട് ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് കേട്ടോ. പഴുത്താൽ ദാണ്ട് ഇതുപോലെ ഇരിക്കും. നിലത്തൊക്കെ കുറേ വീണ് കിടപ്പുണ്ട് കേട്ടോ. ഒരുപാട് നിലത്ത് വീണ് കിടപ്പുണ്ട്, ആർക്കും വേണ്ടാതെ. എനിക്ക് തോന്നുന്നു ഇത് കാട്ടത്തി ആയതുകൊണ്ട് ആരും കഴിക്കത്തില്ല എന്ന് തോന്നുന്നു. വേറൊരു അത്തി ഉണ്ടെന്ന് തോന്നുന്നു, അതാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു. ഇതാണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കുറേ പിടിച്ച് നിൽപ്പുണ്ട് ദാണ്ട് ഈ ഒരു മരത്തിൽ, ഒരുപാടുണ്ടേ. പിന്നെ ഞാനൊരു കാര്യം കാണിക്കാം കേട്ടോ. ഇവിടെ ഞാൻ വരുന്ന വഴിക്കെല്ലാം കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് അതാണ്ട് ഇതുപോലെയുള്ള ചെതൽപ്പുറ്റുണ്ട്. ഇത് ഉറുമ്പും പുറ്റാണോ ചെതൽപ്പുറ്റാണോ, ഇത് ചെറുതാണ് കേട്ടോ. വലുത് ഉണ്ട് അവിടെ കേട്ടോ. അങ്ങനെ ചെതലുപുറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചെറുതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ വരുന്ന വഴിക്ക് കാടിൻ്റെ ഭാഗത്തൊക്കെ ആ ഒരു റോഡ് സൈഡിലൊക്കെ ആ റോഡിനോട് ചേർന്ന് കുറേ വലുത് കണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മണ്ണിങ്ങനെ കൂമ്പാരം പോലെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചെതലാണോ ഇനി ഉറുമ്പാണോ എന്നെനിക്കറിയില്ല. ചെതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ അടുക്ക്, ഈ ആർച്ചിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് ഈ അടുക്ക് ശംഖുപുഷ്പമാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വയലറ്റ് കളറിലുള്ള ഒറ്റ ഇതിലല്ല, അടുക്കാണ് കേട്ടോ. ഡബിൾ പെറ്റലാണ് അത്. ഇനി ഒന്ന് പുറത്തേക്ക് പോയി അതിൻ്റെ പുറത്തെ മതിലിൻ്റെ അപ്പുറത്തേക്ക് പോയി നമുക്ക് ദാണ്ട് ആ മല കാണാം കേട്ടോ. അതാണ്ട് ഇവിടുന്ന് കോട ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ നല്ല മലയാണ് കേട്ടോ. കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, നല്ല മലയാണ്. കോട ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പുക പോലെ അവിടെ നിൽപ്പുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കുറേ പോകണം ദൂരം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പം പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനി എത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കട്ടെ.